ഇബ്നു തൈമിയ്യ മൂപ്പരാണ് ആദ്യമായിട്ട് ജിന്നടിച്ചിറക്കൽ ചികിത്സ നടത്തിയത്. എങ്ങനെ അറിയോ? പറച്ചോനെ ഈ ചില്ലറ പരിപാടിയൊന്നുമല്ല. ജിന്നടിച്ചിറക്കൽ ചികിത്സ മൂപ്പര് നടത്തിയത് എവിടെയാ അടിച്ചേ അറിയോ? എവിടെയാ അടിച്ചേ അറിയോ? അടിച്ച സ്ഥലം അറിയോ ആർക്കെങ്കിലും? പെരടിക്ക്, നമ്മളെ കൊരവള്ളിക്ക് അടിക്കാന്നറിയില്ല, കൊരവള്ളി, കൊരവള്ളിക്ക് കൊടുത്തു. എത്രത്തോളം അറിയോ? കയ്യ് തളരോളം തല്ലി, കയ്യ് തളരോളം തല്ലി. മൂപ്പരെന്നെ പറയാണ്. ഇതാരാ പറഞ്ഞത്? നമ്മളെ ഇതിനുള്ള കയ്യിന്ന് പറയാണ്. പിന്നെ ഉസ്താദിന്റെ അടുത്ത് നമ്മൾ അറിഞ്ഞ വിഷയാണിത്. കൊരവള്ളിക്ക് കൈ തളരോളം തല്ലിയത്രേ. കേട്ടോലോ. فحدثني أنه قرأها مرة في أذن المصروع فقالت الروح نعم. ഇങ്ങനെ പോയിട്ട് فأخذت له عصا وضربته بها في عروق عنقه حتى كلت يداي من الضرب ولم يشك الحاضرون أنه يموت لذلك الضرب وفي أثناء الضرب قالت أنا أحبه. ജിന്നടിച്ചിറക്കൽ ചികിത്സ ആരംഭിക്കാൻ പോവുകയാണ്. ആരെ? വഹാബി മൗലവിമാരുടെ ജിന്നടിച്ചിറക്കൽ ചികിത്സയാണ്. ചില്ലറ പരിപാടിയൊന്നല്ല. ഒറ്റ മിനിറ്റ്, മൂപ്പര് പറയാണ് കേട്ടോളി. ഇതിന് വലിയ ഫയലായതുകൊണ്ട് ഞാനൊരു വടിയെടുത്തു കൊടുത്തു, അതുകൊണ്ട് അടിച്ചു. ഫി അറൂഖി ഉനുഖിഹി, പെരടിയിലുള്ള ഞരമ്പുമ്മല്. ഹത്താ കല്ലത്തി യദായ, എന്റെ രണ്ട് കയ്യും തളരുന്നത് വരെ മിനല്ലർബി, അടിച്ചിട്ട് തളർന്നു എന്റെ കൈ രണ്ടും. ആ രൂപത്തിൽ ഞാൻ അടിച്ചു. ആരെ? പിശാചി കൂടിയിരിക്കുന്ന ആളെ. വലം യശുക്കിൽ ഹാലിറൂന, ജനങ്ങളൊക്കെ ഓർക്ക് സംശയം പോലും വന്നു. അന്നഹു യമൂതു ലിദാലിക്കല്ലർബി, പടച്ചോൻ ഇങ്ങനത്തെ അടി കിട്ടിയ ആള് വടിയാവുമല്ലോ, ആള് വടിയാവുമല്ലോ പടച്ചോനെ. ഫഫി അസ്നാഇൽ ലർബി, തല്ലുന്നതിന്റെ ഇടയിലെ കാലത്ത് ഈ പിശാച് പറയാണ് അന ഉഹിബ്ബുഹു, എനിക്ക് ഈ മനുഷ്യനെ വലിയ ഇഷ്ടമാണ്. പണ്ടൊക്കെ കേട്ട് കേൾവിയല്ലായിരുന്നോ? പ്രേതബാധ കൂടി ആളെടുത്ത് പോയിട്ട് ഉസ്താദ് ഇറങ്ങടാ. ഞാൻ ഇറങ്ങൂല. ഇറങ്ങൂല്ലേ? ഞാൻ ഇറങ്ങൂല. എന്താ എനിക്ക് ഇറങ്ങിയാല്? ഇങ്ങനെ ചോദിച്ചു കണ്ടുള്ള ചികിത്സാ രീതി ഇങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു മുമ്പ്? പഴയ കാലത്തൊക്കെ നമ്മുടെ കേരളക്കരയിലൊക്കെ ഈ ചികിത്സാ രീതി ഖുറാഫാത്ത്, അത് ഖുറാഫാത്താണ്. അങ്ങനെയാണ്. അത് മൗലവിമാർക്ക് വയറിറക്കാനാണെന്ന് പറഞ്ഞിരുന്ന മൗലവിമാരുടെ വലിയ ഉസ്താദ് ചെയ്ത പണിയാപ്പത്. ഇത് തല്ലുന്നതിന്റെ ഇടയിൽ ഈ ജിന്ന് കൂടി ആള് പറയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാണിത്. ഫഖുൽതു ലഹാ, ഇബ്നു തൈമിയ്യ പറയാ, ഞാൻ പിശാചിനോട് പറഞ്ഞു ഹുവലാ യുഹിബ്ബുക്, ഓൻ ഇന്ന ഇഷ്ടമില്ലല്ലോ. കാലത്ത് ഉരീദ് അൻ അഹജ്ജ ബിഹി, എനിക്ക് ഓന്റെ കൂടെ ഹജ്ജിന് പോകാൻ വലിയ പൂതിയുണ്ട്. ഫഖുൽതു ലഹാ ഹുവ ലാ യുരീദു അൻ യഹജ്ജ മഅക്, അവൻ ഇന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഇഷ്ടമില്ല. പിന്നെ എന്തിനാ ഓന്റെ കൂടെ പോകാൻ നിൽക്കണേ? അവൻ ഇന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഇഷ്ടമില്ലല്ലോ. എങ്ങനെ പോയിട്ട് പറയാണ്. എന്നാ ഫഖാല അദ്ഉഹു കറാമത്തല്ലക, ഈ പിശാച് പറയാണ്, എന്നാൽ ഇബ്നു തൈമിയ്യ എങ്ങനെ വലിയ മഹാനാണല്ലോ, ഇങ്ങളെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഇയാളെ ഒഴിവാക്കാം. അപ്പൊ ഇബ്നു തൈമിയ്യ പറഞ്ഞു ഖുൽതു ലാ, അത് വേണ്ട. വലാകിൻ താഅത്തൻ ലില്ലാഹി വലി റസൂലി, അള്ളാഹും റസൂലിനും വഴിപ്പെട്ടിട്ട് വേണമെങ്കിൽ ഒഴിവാക്കിയാൽ മതി, എനിക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കാൻ നിൽക്കണ്ട. കാലത്ത് അന അഖ്റുജു മിൻഹു, എന്നാ ഞാൻ പുറത്തേക്ക് പോകാന്നത്. കാല ഫഖഅദൽ മസ്റൂഉ, ഈ ബാധിച്ച ആള് എഴുന്നേറ്റ് കുത്തിയിരുന്നു. യൽതഫിത്ത് യമീനം വശിമാല, വലത്തോട്ട് ഇടത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് കുത്തിരുന്നു. വഖാല മാ ജാഅ ബി ഇലാ ഹളറത്തി ശൈഖ്, എന്തിനാ ശൈഖ് ഇബ്നു തൈമിയ്യന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്ന്? ഇയാൾ എഴുന്നേറ്റ് കുത്തിനിട്ട് ചോദിക്കുകയാണ്. ആര്? പ്രേതം ബാധിച്ച ആളെ എഴുന്നേറ്റ് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് ചോദിക്ക, അല്ല നിങ്ങൾ എന്തിനാ ശൈഖ് ഇബ്നു തൈമിയ്യന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്ന്? ഖാലൂ വഹാദൽ ലർബ് കുല്ലു, ഇത്ര അടിച്ചിട്ടും ഇജ്ജ് വിവരമൊന്നും അറിയില്ലേ? ഇത്രയും അടി കിട്ടിയിട്ട് ഇജ്ജ് വിവരമൊന്നും അറിയില്ലേ? ഇന്ന് എന്തിനാ കൊണ്ടുവന്നെന്ന്? ഫഖാല വഅലാ അയ്യി ശൈഇൻ യൽറബി എന്തിനാണ് എന്നെ ഷെയ്ഖ് എന്നെ അടിച്ചിട്ടുള്ളത്? വലം അതിനെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, മൂപ്പർക്ക് അറിയില്ല. വലം യശ്ഉർ ബി അന്നഹു വഖഅ ബിഹിൽ ലർബു അൽബത്ത, തീരെ അടി കിട്ടിയ വിവരം തന്നെ മൂപ്പർ അറിഞ്ഞിട്ടില്ല. ഈ രൂപത്തിൽ ജിന്ന് ചികിത്സ മുമ്പേ നടത്തിയിട്ടുണ്ട്. ആര്? ശൈഖ് ഇബ്നു തൈമിയ്യ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇബ്നുൽ ഖയ്യിം പറയാണ് ഇത് ചില്ലറ പരിപാടി ഒന്നല്ല. ഞാനേ
എത്ര പ്രാവശ്യമാണ് ജിന്നറക്കാൻ പോയതെന്നും ജിന്നറക്കിയ സംഭവമായിട്ട് ബന്ധപ്പെട്ടതെന്നും എനിക്കെന്നെ അറിയില്ല. വലം യഹ്സിഹാ ഇല്ലല്ലാ, അള്ളാഹ്ക്കല്ലാണ്ട് അറിയൂല. ഞാൻ ഈ അടിച്ച് ചികിത്സയും ജിന്നറക്കൽ ചികിത്സയും അതിന് സാക്ഷ്യം വഹിച്ചതും എന്റെ അറിവിൽപ്പെട്ടത് എത്ര ഉണ്ട് അള്ളാഹുവിനല്ലാതെ കയ്യും കണക്കില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തിലുള്ള വഹാബിയൊക്കെ ഇപ്പോഴാ തുടങ്ങിയത് എന്ന് മാത്രം. ഇവര് തുടങ്ങിയപ്പോഴോ പിടുത്തം വിട്ട പരിപാടിയായി. ഇവരൊക്കെ വടി കണ്ട അടിക്കുക കണ്ടില്ലേ. വടി കൊടുത്തു ഇബ്നു തൈമിയ്യക്ക് അടിക്കാൻ വേണ്ടി, തല്ലാൻ വേണ്ടി വടി കൊടുത്തു. ഇവരൊക്കെ തല്ലിയത് വടിയണ്ട. കാരണം കേരളത്തിൽ സുന്നിയോടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വടിയണ്ടെന്ന് ഓല് പറയുന്നുട്ടോ, എനിക്കറിയില്ല, ഞാൻ ഇതിനൊന്നും സാക്ഷിയല്ല. അവര് പറയുന്നു. നമ്മളെ ജമീൽ ടീച്ചർ എന്നല്ലേ, എടവണ്ണ ടീച്ചർ അല്ലായിരുന്നു പറഞ്ഞത്. ഏത് പണ്ട് ഖുറാഫുകൾ ചെയ്തിരുന്നു മൊയ്ലന്മാര്, ഓലൊക്കെ തല്ലൽ വടിയുണ്ടാണ്. ഇവരതല്ല നഗ്ന കരങ്ങളെ കൊണ്ടാണ്. അതും പെണ്ണിന്റെ എവിടെ അതല്ല, കൊരവള്ളിക്കൊന്നും ഇവര് തല്ലുക. ഇവര് തല്ലൽ നഗ്ന മേനിയില്, അതന്നെ നഗ്ന മേനിയില് മാബൈന സുറത്തി വർറുക്കുബ, അതാണ് ഇവരെ പരിപാടി. മാബൈന സുറത്തി വർറുക്കുബയാണ്. അതെങ്ങനെ നഗ്ന കരങ്ങളെ കൊണ്ട് 10, 16, 17 വയസ്സുള്ള ടീച്ചർമാര് വെച്ച് പൂശും. ഇതന്നെ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവരാശയം പോയ കോലം നോക്ക്. ഇതെപ്പോഴാണ് ഇങ്ങനെ മാറ്റം പറ്റിയത്? മാറ്റം പറ്റിയത് എപ്പോഴാ അറിയോ? അടിസ്ഥാനം ഇല്ലാത്തൊരു മുമ്പ് നിങ്ങൾ പറഞ്ഞതൊന്നും അടിസ്ഥാനം ഇല്ലായിരുന്നു. ഇപ്പൊ അടിസ്ഥാനം ഉണ്ടായിട്ട് സംസാരിക്കാൻ തുടങ്ങേണ്ടി വന്നു നിങ്ങൾക്ക്. കാരണം എന്തുകൊണ്ട്? ഇതിനു മുമ്പ് നിങ്ങൾ ഹദീസും കണ്ടിട്ടില്ലായിരുന്നു, ആയത്തും കണ്ടിട്ടില്ലായിരുന്നു. സാദുൽ മആദിൽ ഇബ്നുൽ ഖയ്യിം പറയാണ്, ഫഹാദൻ നൗഉ മിനസ് ശർഇ വഇലാജുഹു ലാ യുൻകിറുഹു ഇല്ലാ ഖലീലുൽ ഹൽളി മിനൽ ഇൽമി വൽ അഖ്ലി വൽ മഅരിഫ. ഇങ്ങനെ ജിന്നിന് ബാധിക്കലുണ്ട്. ആ ബാധിക്കുന്നതിന് ചികിത്സയുണ്ട് അല്ലേ? ബാധിക്കുന്നതിന് ചികിത്സയുണ്ട്. ഇങ്ങനെ അടിച്ചികിത്സയൊക്കെ ഉള്ള തന്നെയാണ്. അതിനെ നിഷേധിക്കുക ആര് മാത്രമേ ഉള്ളൂ? വിവരമില്ലാത്ത മരപ്പൊട്ടന്മാരായ സലാം മൗലവിയും കൂട്ടരും, അതുപോലെ തന്നെ AR സലഫിയും കൂട്ടരും, അതുപോലെ തന്നെ ഇപ്പറം സക്കരിയ സലാഹിയും കൂട്ടരും ഇവരൊക്കെ നിഷേധിച്ചിരുന്നു. എല്ലാവരും നിഷേധിച്ചിരുന്നു. ആരും നിഷേധിക്കാത്ത വമ്പന്മാരൊന്നുമില്ല. ബുഖാരിയിലുള്ള ഹദീസ് പോലും നിഷേധിച്ചിട്ടില്ലേ ആര്? ഇപ്പൊ വലിയ മൂപ്പനായിട്ട് നടക്കുന്ന ഈ സക്കരിയ സലാഹി മാബൈന ദിഫത്തൈനി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഏത് 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണെന്നും സ്വീകാര്യമാണെന്നും ഇവിടെ ആർക്കും വാദമില്ല. ബുഖാരിയിലുള്ള സർവ്വ ഹദീസും സുസമ്മതമായി സ്വീകരിക്കണമെന്ന ഒരു വാദം ഞങ്ങൾക്കില്ല എന്ന് പോലും പറഞ്ഞ് ബുഖാരിന്റെ മേലെ കയറിയ ആളാ ഇവര്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും സലാം സുല്ലമിന്റെ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചാൽ ഇവൻ വലിയ കാര്യപ്പെട്ട ആളാണല്ലോ, അൽ ആലിമുൽ അല്ലാമ. കാരണം ബുഖാരിയൊക്കെ നിരൂപിക്കുകയല്ലേ അല്ലേ? ബുഖാരിയൊക്കെ ഓരോ ആലിമുൽ അല്ലാമയും തേങ്ങാക്കോലിയൊന്നല്ല ഇവര്. ഇവരൊക്കെ എന്താ അറിയും? ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇവരെ കുറിച്ച്. ഇവര് ഷിയായിസം പ്രചരിപ്പിക്കാനല്ലേ ലക്ഷ്യം. കാരണം ഞാൻ കിതാബിന്റെ പേരൊന്നും പറയണില്ല. കാരണം കുറച്ച് തിരിയുന്ന ആൾക്കാർ പിന്നെ കിതാബ് ഡൗൺലോഡ് ചെയ്യാൻ നടക്കണ്ടല്ലോ. അതുകൊണ്ട് കിതാബിന്റെ പേരൊന്നും ഞാൻ പറയണില്ല. എന്താ അറിയാ? ഷിയാക്കളുടെ കിതാബ് വായിച്ചിട്ട് ആ ഷിയായിസം കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യാണ് ഈ ആധുനിക ഈ വിഭാഗക്കാരനായ സലാം സുല്ലമിയും കൂട്ടരും. നിഷേധിക്കാൻ പറ്റും നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്ന ഓരോ ഹദീസും ഷിയാ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തുദ്ധരിക്കാൻ എനിക്ക് പറ്റും. വെറുതെ അറിയല്ലത്. ഇതിനൊക്കെ പണ്ഡിതന്മാര് റദ്ദ് എഴുതിയും കഴിഞ്ഞതാ. അത് നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളിത് കണ്ടിട്ടില്ല എന്ന് മാത്രം. ഇപ്പൊ മൂപ്പര് ഞാൻ മുമ്പേ പറഞ്ഞു ഇത് ഷിയായിസാണ്, ഇതിന്റെ അസല് ഷിയായിസത്തിലാണ്. ഇപ്പൊ കുറെ ആൾക്കാർ പറയും ചേകന്നൂരല്ല, അങ്ങ് ചേകന്നൂരാന്ന് പറയാൻ പാടില്ല. സലാം സുല്ലമിനെയും കൂട്ടരെയും ചേകന്നൂര് എന്ന് പറയാൻ പാടില്ല. കാരണം ചേകന്നൂർ ഹദീസ് തീരെ സ്വീകരിക്കാത്ത ആളാ. ഇവരെ ഹദീസ് സ്വീകരിക്കുമെന്ന് പറയും, അത് ഷിയാക്കളെ മാതിരി. പക്ഷെ ബുഖാരി ഇമാമിനെ പച്ചേല് മുശ്രിക്ക് കാഫിറാക്കിയ ആൾക്കാരാണ് ഷിയാക്കള്. ഇമാം ബുഖാരി റഹിമഹുല്ലാനെ പച്ചേല് കാഫിറ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. സഹാബത്തിൽ സഹാബത്തിനെയും കാഫിറാക്കിയ ആൾക്കാരാണ്. ബഹുഭൂരിപക്ഷം സഹാബത്തിനെയും കുഫർ ചാറ്റിയ ആൾക്കാരാണ് ഷിയാക്കള്. ആ ആശയം കേരളത്തിൽ കൊണ്ടുപോയി കൂത്തുകാർക്കാൻ നോക്കുക ഇവര്. ഇതിന്റെ എല്ലാറ്റിന്റെ അടിസ്ഥാനം അങ്ങോട്ടേക്കാണ്. ഇനിയിപ്പോ ഒരു സിഹർ വിഭാഗം വരാനുണ്ടല്ലോ, അവർ പോകുന്ന എങ്ങോട്ടേക്കാ? ഷിയായിസത്തിലേക്ക് അല്ലേ? ഈ നമ്മളെ മറ്റെന്താണ് AP അബ്ദുൽ ഖാദർ മൗലവി ഹദീസ് നിഷേധിച്ചിട്ടില്ലേ? ബുഖാരിയിലുള്ള മുസ്ലിമിലുള്ള മുത്തഫഖുൻ അലൈഹിയായ ഹദീസിനെ കളിയാക്കിയ ആളാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ല. കാരണം ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. വെറുതെ അല്ല, പാച്ചയില് കളിയാക്കുക. എന്തിനെ? മുത്തഫഖ് അലൈഹിയായ ഹദീസിനെ, ഇമാം ബുഖാരിയും മുസ്ലിമും ഇത്തിഫാഖായി റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ നിഷേധിക്കാൻ പറ്റൂല.
അപ്പൊ കേരളക്കരയില് ഇങ്ങനെയുള്ള ഈ ഷിയായിസത്തിന്റെ ഇവരുടെ നേതാക്കന്മാരുടെ മുൻഗാമികള് മുഴുവനും ഷിയാക്കളാ. കാരണം ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമുഖം എന്ന പുസ്തകത്തിൽ ഇവർക്ക് വെളിച്ചം വീശിയ നേതാക്കന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കുറെ ആൾക്കാരെ. ആ നേതാക്കന്മാരത്രയും ബഹുഭൂരിപക്ഷവും ഷിയ മുതഅസ്സിബീങ്ങളാണ്, പക്ഷപാതികളാണ്. നിഷേധിക്കാൻ കഴിയില്ല. ആ ഷിയായിസം അന്നൊന്നും ഇവർക്ക് ഇങ്ങനെ തലപൊക്കി പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ തലപൊക്കാൻ തുടങ്ങിയ ഷിയായിസം ഇനി പൂർണ്ണമായും വഹാബിസം ഷിയായിസത്തിൽ ലയിച്ചു ചേരുന്ന ഒരു അവസ്ഥ കേരളക്കരയിൽ വിദൂരല്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു എത്തിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. അതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ തടി രക്ഷപ്പെടുത്തിക്കോളേ. പച്ചയിൽ ഷിയ ആകാൻ പോവാണ് ഇറ്റുങ്ങള്. ചില്ലറ കളിയൊന്നല്ല കളിക്കാൻ പോണേ. കാരണം ലോകത്ത് ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റഹിമഹുല്ല മഹാനവർകൾ, ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ചുരുക്കം അൽ അദ്കാർ, മഹാനായ ഇമാം നവവി തങ്ങളുടെ അദ്കാറെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം നിങ്ങള്. മഹാനവർകള് ഇത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മഹാനവർകൾ അവസാനം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്താ അറിയോ? അന്ന മാഫി സഹീഹൈനി ഫഹുവ സഹീഹുൻ. ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളത് മുഴുവൻ സഹീഹാണ്. അതിനെതിരെ അഭിപ്രായം പറയാൻ അവകാശമില്ല. ഇമാം നവവി റഹിമഹുല്ല വളരെ വ്യക്തമായി രേഖപ്പെടുത്തി അന്ന മാഫി സഹീഹൈനി ഫഹുവ സഹീഹുൻ. ഓലൊന്നും കാണാത്ത ഹദീസുമായിട്ട് എപ്പങ്ങൾ നടക്കുന്നത്. അത് നിഷേധിക്കുക, ഇത് നിഷേധിക്കുക. പക്ഷേ പറയാണ് 200 ഹദീസ് വേണമെങ്കിൽ അതിനേക്കാളും കൂടുതൽ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, അവർക്ക് തോന്നി, അവരുടെ ബുദ്ധിക്ക് അവരുടെ യുക്തിക്ക് യോജിക്കാത്തത് എന്തുണ്ടോ അത് മുഴുവൻ തള്ളിക്കളയാ. ആ ഒരു ശൈലിയാണ് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ജിന്ന് നിഷേധം, അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ നിഷേധങ്ങള് വഹാബികളിൽ തലപൊക്കി തുടങ്ങിയത്. ഏത് കാര്യത്തെയും കണ്ണടച്ച് നിഷേധിക്കുക. ആദ്യം നിഷേധം. നിങ്ങൾ നോക്ക്, ഇന്നലെ ചർച്ച ചെയ്തു യുക്തിവാദികളുടെ അടിസ്ഥാനം എന്താ? നിഷേധം. എല്ലാം നിഷേധം. ഞാനൊരു യുക്തിവാദിയായിട്ട് ഇന്നലെ സംസാരിച്ചു. പിന്നെ നല്ല രസകരമായ കുറെ നേരം ചർച്ച ചെയ്തു. എന്താ ചർച്ച? നിഷേധാണ്. കാരണം ദൈവം ഉണ്ടോ ഇല്ലയോ? ഈ ഒരു ചർച്ചയിൽ ആദ്യം തന്നെ ഇവർ പറയുന്നു ദൈവം ഇല്ല, നിഷേധിക്കുക. ചോദിച്ചു എന്തുകൊണ്ട് ദൈവം ഇല്ല? ഈ ലോകത്തിന് എന്തുകൊണ്ടൊരു സൃഷ്ടാവ് ക്രിയേറ്റർ ഇല്ല? അതിന് നിങ്ങൾ എങ്ങനെ നിഷേധിക്കുന്നു? അതിന്റെ യുക്തി എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ പറയുന്നു ഞങ്ങളിത് കണ്ടിട്ടില്ല, അത് ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഞാൻ തിരിച്ചു ചോദിച്ചു, അപ്പൊ തെളിയിക്കപ്പെടാത്ത മുഴുവൻ കാര്യങ്ങളും നിഷേധിക്കാൻ പറ്റുമോ? ഇപ്പോ ചൊവ്വാഗ്രഹം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ചൊവ്വാഗ്രഹം ഇല്ല എന്ന് നിഷേധിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഗ്രഹങ്ങൾക്ക് പുറമെ വേറെ ഗ്രഹങ്ങളില്ല എന്ന് നിഷേധിക്കാൻ പറ്റുമോ? അല്ല, നാളെ കണ്ടുപിടിച്ചാൽ ഉണ്ടാവും. അപ്പൊ നിഷേധിക്കാൻ പാടില്ല. ഒരു കാര്യത്തിന് നിഷേധിക്കൽ യുക്തിയല്ല, അത് യുക്തിയുടെ വാദത്തിന് എതിരാണ് എന്ന് പറഞ്ഞപ്പോ അതില്ല എന്ന് തന്നെ തികച്ചു പറഞ്ഞു. അപ്പൊ വീണ്ടും ചോദ്യം, പിന്നെ ഈ ഭൂമിക്ക് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ലെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചം എങ്ങനെയാ ഉണ്ടായത്? ഈ പ്രപഞ്ചം യൂണിവേഴ്സ് ഇതിന്റെ ക്രിയേഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട്. ഈ പ്രപഞ്ചം പിന്നെ എങ്ങനെ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അത് ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായിരുന്ന മഹാവിസ്ഫോടനം, നല്ല ഓമന പേരുള്ളൊരു സംഭവമാണ്. മഹാവിസ്ഫോടനത്തിലൂടെ ഉണ്ടായി. അത് ശരി, മഹാവിസ്ഫോടനത്തിലൂടെ പ്രപഞ്ചത്തിനെ ഉണ്ടായി. അത് ഉണ്ടാക്കിയതല്ല, ഉണ്ടായതാണ്. ഇൻഫിആലാണ് സംഭവം. അത് മഹാവിസ്ഫോടനത്തിലൂടെ ഉണ്ടായത്. ഞാൻ ചോദിക്കുക, അല്ല എന്താ ഈ മഹാവിസ്ഫോടനം? അന്നേരം ഒരു വലിയ മൗലവി, ഓല കൂട്ടത്തിലുള്ള വലിയ മൗലവി കേട്ടോ, യുക്തിവാദികളുടെ കൂട്ടത്തില് മുജാഹിദീങ്ങളെ പോലെ വലിയ മൗലവിമാരൊക്കെ ഉണ്ട്. വലിയ മൗലവി മഹാവിസ്ഫോടനം, ബിഗ് ബാങ് ആ തിയറി പഠിപ്പിക്കുക തന്നെ. എന്താ പഠിപ്പിച്ചറിയോ? ഈ പ്രപഞ്ചത്തിലുണ്ടായ ചില പിന്നെ ഊർജങ്ങള് ഇതാക്കി എന്ന് പറഞ്ഞ വലിയ സംഭവം. ഞാൻ ചോദിച്ചല്ല, മണ്ടത്തരം പറയണേന് കുറച്ച് കണക്കില്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചപ്പോ പറയാം അത് പ്രപഞ്ചത്തിലുള്ള ചില ഊർജങ്ങളാണ്. അത് ഉള്ള പ്രപഞ്ചത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചല്ലേ ചങ്ങാതി ബിഗ് ബാങ്. മണ്ടത്തരം പറയണോ? ബിഗ് ബാങ് പ്രപഞ്ചം ഓൾറെഡി ഉണ്ടായിരുന്നു. ആ ഉണ്ടായ ഉണ്ടായ പ്രപഞ്ചത്തിലുള്ള മാറ്റമായിരുന്നില്ലേ അത് ഈ ബിഗ് ബാങ്? പിന്നെ ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ ഒക്കെയായി അത് കാനത്താറത്ത് എന്ന് ഖുർആൻ പറഞ്ഞ ആ സംഭവം ബിഗ് ബാങ്.
ആ സംഭവം നടന്നപ്പോഴാ പ്രപഞ്ചത്തിന്റെ ഖിൽഖത്തിന് ശേഷമാണ് പ്രപഞ്ചം ഉണ്ടായി. പ്രപഞ്ചം എന്ന ഒന്ന് സംവിധാനിക്കപ്പെട്ടതിന് ശേഷം ആ പ്രപഞ്ചത്തിലുണ്ടായ മാറ്റമായിരുന്നു ബിഗ് ബാങ്. അതിനെക്കുറിച്ചാണ് നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയാണെന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ഒരു ഇളിച്ചു കാട്ടലും കാട്ടുക. കാരണം സയൻസിന് പറയാൻ കഴിയില്ല. സയൻസിന് ബിഗ് ബാങ് തന്നെ എന്ത് മാത്രമാണ്? കേവലം ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. കേവലം ഒരു കാഴ്ചപ്പാട്, അവരുടേതായ ഭാവന. ആ ഭാവനക്കപ്പുറം അതിനൊരു ചുക്കുമില്ല. അതിനൊന്നും തെളിയിക്കാനും പറ്റൂല. തെളിയിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല എന്ന് അവരിൽ തന്നെ ശാസ്ത്രജ്ഞന്മാരിൽ ബഹുഭൂരിപക്ഷവും പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ബഹുമാനപ്പെട്ട ഉസ്താദ് വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.